ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കോഡിംഗ് ലോകം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്രിയേറ്റ് ആക്കിയിട്ടുള്ള ഈ വീഡിയോ ടൈപ്പ് API. ഈ APIയിൽ ഇവിടെ നമ്മൾ ക്രിയേറ്റഡ് ആയിട്ടുള്ള ടൈമാണ് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത യൂസറിൻ്റെ ഡീറ്റെയിൽ കൂടെ കാണിക്കണം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിൻ്റെ പേര്, യൂസറിൻ്റെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് യൂസറിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് വേണ്ടത് അത് കാണിക്കണം. അപ്പോൾ എങ്ങനെ കാണിക്കും? നമ്മൾ ഇവിടെ ഈ ഒരു മോഡൽ ക്രിയേറ്റ് ആക്കി, ഈ ഒരു മോഡൽ വീഡിയോ ടൈപ്പ് എന്നുള്ള മോഡൽ ക്രിയേറ്റ് ആക്കിയത് അബ്സ്ട്രാക്റ്റ് ബേസ് മോഡൽ എന്നുള്ള ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ അബ്സ്ട്രാക്റ്റ് ട്രൂ ആക്കി കൊടുത്തിട്ടുള്ള ഈ ഒരു മോഡൽ വെച്ചിട്ടാണ് ക്രിയേറ്റ് ആക്കിയത്. അപ്പോൾ ഈ വീഡിയോ ടൈപ്പിൽ ആക്ച്വലി നെയിമും ഡിസ്ക്രിപ്ഷനേ ഉള്ളൂ. നെയിമും ഡിസ്ക്രിപ്ഷനും നമ്മളിവിടെ കാണിക്കുന്നുണ്ട്, അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ദെൻ ഇവിടെ ഈ ഒരു അബ്സ്ട്രാക്റ്റ് ബേസ് മോഡൽ ക്രിയേറ്റഡ് എന്നുള്ള ഈ ഡേറ്റ് ടൈം ഫീൽഡും നമ്മൾ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫോർമാറ്റ് ചെയ്ത് കാണിച്ചു. സോ ഈ ഒരു എപ്പിസോഡിൽ ഈ ക്രിയേറ്റഡ് ബൈ ഒരു യൂസറിൻ്റെ ഡീറ്റെയിൽസും കൂടെ എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഈ ക്രിയേറ്റഡ് ചെയ്ത പോലെ അല്ലെങ്കിൽ നെയിം ചെയ്ത പോലെ ചെയ്താൽ യൂസറിൻ്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ യൂസറിൻ്റെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെ കിട്ടുമോ, അല്ലെങ്കിൽ യൂസർ നെയിം കിട്ടുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ക്രിയേറ്റഡ് ബൈ ഇത് കാരണം ഇതൊരു ഫോറിൻ കീ ആണ്. അപ്പോൾ ഈ ക്രിയേറ്റഡ് ചെയ്ത പോലെ അല്ലെങ്കിൽ നെയിം ഡിസ്ക്രിപ്ഷൻ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു യൂസറിൻ്റെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഏത് രീതിക്ക് വരും നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിക്ക് അല്ലെങ്കിൽ യൂസറിൻ്റെ പേര് കാണിക്കേണ്ട എവിടെ, അല്ലെങ്കിൽ യൂസറിൻ്റെ വേറെ എന്തെങ്കിലും പേര്, കാര്യങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എക്സ്ട്രാ കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെ ചെയ്യും? ഇവിടെ ഒരു ക്രിയേറ്റഡ് ബൈ മാത്രമേ ഉള്ളൂ. ദെൻ ഈ ഒരു ഫീൽഡ് ഫോറിൻ കീ ടു യൂസർ ഓത്ത് അല്ലെങ്കിൽ യൂസറിൻ്റെ മോഡലിലോട്ടുള്ള ഒരു ഫോറിൻ കീ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിയേറ്റഡ് അല്ലെങ്കിൽ നെയിം ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ കൊണ്ടുവന്ന പോലെ ഒന്ന് ക്രിയേറ്റഡ് ബൈ ചെയ്ത് നോക്കാം. ഈ സീരിയലൈസറിൻ്റെ അകത്ത് നമ്മൾ ഫീൽഡ്സ് ആഡ് ചെയ്ത സ്ഥലത്ത് ക്രിയേറ്റഡിൻ്റെ ശേഷമായിട്ട് ഈ ഒരു ക്രിയേറ്റഡ് ബൈ കൂടെ നമ്മൾ ആഡ് ചെയ്തു, സേവ് ചെയ്തു. ദെൻ ഈ API എടുത്ത് നോക്കുകയാണ്. API എടുത്തു, സെൻഡ് അടിച്ചു. കണ്ടോ ഇവിടെ ക്രിയേറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് 1. എന്ത് ഈ 1 എന്താണ്? ശരിക്കും ഈ 1 എന്ന് പറഞ്ഞത് യൂസറിൻ്റെ ID ആണ്. അതായത് ഈ ഒരു വീഡിയോ ടൈപ്പ് ക്രിയേറ്റ് ചെയ്ത യൂസറിൻ്റെ ID ആണ് 1. ID എക്സ്പോസ് ചെയ്യാൻ പാടില്ല. അത് ഒന്നാമത്തെ റൂളാണ് APIയിൽ. ID എക്സ്പോസ് ചെയ്താൽ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. സോ ഇവിടെ 1 എന്ന് വന്നത് കൊണ്ട് നമുക്ക് ഒരു ഉപയോഗം ഇല്ലാതാവും. നമുക്കെന്ന് മീൻസ് ഫ്രണ്ട് എൻഡിലോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഒരു API യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ 1 എന്ന് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. യൂസറിൻ്റെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കാണിക്കണ്ടേ? സോ ഇവിടെ ഈ ഒരു ക്രിയേറ്റഡ് ബൈ ഡാറ്റാബേസ് അല്ലെങ്കിൽ ടേബിളിൽ എങ്ങനെ സ്റ്റോർ ചെയ്തത് നമുക്ക് നോക്കാം. നമുക്ക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു API വീഡിയോ അല്ലെങ്കിൽ വീഡിയോ ടൈപ്പിൻ്റെ മോഡൽ അല്ലെങ്കിൽ ടേബിൾ ഓപ്പൺ ആക്കി കഴിഞ്ഞ് സെലക്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ 2 ഡീറ്റെയിൽസ് നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇവിടെ ക്രിയേറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഫോറിൻ കീ ഈ 1 ആണ് അവിടെ വന്ന 1. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓത് യൂസർ ടേബിളിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ കണ്ടോ യൂസർ നെയിം വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇമെയിൽ വന്നിട്ടുണ്ട്. ഈ യൂസർ ജോയിൻ ചെയ്ത ഡേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു സ്റ്റാഫ് ആണോ അല്ലെങ്കിൽ ഫുൾ നെയിം ലാസ്റ്റ് നെയിം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വരും. സ്റ്റാഫ് ആണോ ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് വേണം. അപ്പോൾ ഇവിടെ ഒരു 1 വന്നുകൊണ്ട് ഒരു ഉപകാരമില്ലല്ലോ. സോ അതെങ്ങനെ ചെയ്യും എന്നുള്ള കാര്യമാണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ കയറിപ്പോയി ചങ്ങന്മാരെ നമ്മുടെ കോഡിംഗ് ലോകത്തിലോട്ട്. അപ്പോൾ ആദ്യമായിട്ട് പറയട്ടെ, ഈ ഒരു യൂസറിൻ്റെ ടേബിൾ ഇതൊരു മോഡലല്ലേ, സെപ്പറേറ്റ് മോഡലാണ്. ജാങ്കോൻ്റെ കേസിൽ പറയുമ്പോൾ ഇതൊരു സെപ്പറേറ്റ് മോഡലാണ്. ഈ ഓത്ത് യൂസർ അല്ലെങ്കിൽ നമ്മളിവിടെ ഈ ഒരു എന്താ പറയുക model.py എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഫോറിൻ കീ. ഈ ഓത്ത് യൂസർ മോഡൽ ഡിഫൈൻ ചെയ്തത് ഇവിടെ settings.py, അതായത് നമ്മുടെ base.py. ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഒരു സാധനമാണത്, ഒരു വേരിയബിളാണിത്. അപ്പോൾ ആ യൂസറിൻ്റെ മോഡലാണ് ഇവിടെ വരിക. അപ്പോൾ ആ ഒരു മോഡൽ അതൊരു മോഡലായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളത് ഇതൊരു വീഡിയോ ടൈപ്പ് എന്നുള്ളതും ഒരു മോഡലാണ്. അപ്പോൾ ഈ മോഡലിനാണ് നമ്മൾ സീരിയലൈസർ എഴുതിയിട്ടുള്ളത്. മനസ്സിലായോ? ഇവിടെ കണ്ടോ, ഈ ഒരു വീഡിയോ ടൈപ്പ് എന്നുള്ള മോഡലിനാണ് നമ്മൾ സീരിയലൈസർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ടൈപ്പിൽ നിന്ന് യൂസറിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടും? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ വീഡിയോ ടൈപ്പിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ക്രിയേറ്റഡ് ബൈ യൂസ് ചെയ്ത് അല്ലെങ്കിൽ കോളത്തിൻ്റെ പേര് ക്രിയേറ്റഡ് ബൈയോ ക്രിയേറ്റഡ് ബൈ ഐഡിയോ ഒക്കെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ സാധനം കിട്ടില്ല. യൂസറിൻ്റെ നെയിമോ അല്ലെങ്കിൽ യൂസറിൻ്റെ ഇമെയിലോ കിട്ടില്ല. യൂസറിൻ്റെ ഡീറ്റെയിലും കൂടെ കിട്ടണം. എന്ത് ചെയ്യും? ജാങ്കോൻ്റെ ലോഗ്. സോ ലോഗ് എങ്ങനെ എടുക്കും? ഒന്നില്ലെങ്കിൽ ഇങ്ങനെ മേലോട്ട് പോവുക, എന്നിട്ട് കാണും ഈ ടെയിൽ, ഈ ഒരു കമൻറ്റ്. അല്ലെങ്കിൽ അത് കാണാപ്പാടം അറിയുന്നവർക്ക് sudo docker logs -f ടെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് വെക്കാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ഏലിയാസ് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതൊക്കെ ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് ചെയ്യാം. സോ നമ്മൾ ലോഗ് എടുത്തിട്ടുണ്ട്. ഇനി API വിളിച്ച് കഴിഞ്ഞാൽ ഈ ക്രിയേറ്റഡ് ബൈ 1 ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, സോ
അപ്പോൾ യൂസറിൻ്റെ ഇമെയിൽ എടുക്കണം. യൂസറിന് അപ്പോൾ നമുക്കൊരു ഐഡിയ വരും. അപ്പോൾ യൂസറിൻ്റെ ഇമെയിൽ ക്രിയേറ്റഡ് ബൈ, അപ്പോൾ ക്രിയേറ്റഡ് ബൈ _ ഇമെയിൽ എന്നൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ കിട്ടുമോയെന്ന് നോക്കാമല്ലോ. അപ്പോൾ ക്രിയേറ്റഡ് ബൈ _ ഇമെയിൽ ഉണ്ടോ, ഇംപ്രോപ്പർലി കോൺഫിഗേർഡ് എറർ വന്നു. ഫീൽഡ് നെയിം ക്രിയേറ്റഡ് ബൈ _ ഇമെയിൽ ഇസ് നോട്ട് വാലിഡ് ഫോർ മോഡൽ വീഡിയോ ടൈപ്പ്. ഇവിടെ കണ്ടോ, ഈ വീഡിയോ ടൈപ്പിന് ഈ ഇമെയിൽ എന്നൊരു സംഭവം ഇല്ല, അത് വാലിഡ് അല്ല, നടക്കില്ല, ആ ഒരു മെത്തേഡ് നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതാണ് പോയിന്റ് കിടക്കുന്നത്. സോ ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മോഡലിൻ്റെ അകത്തുനിന്ന് വേറൊരു മോഡൽ ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനുള്ള രീതി ഈ ഒരു സീരിയലൈസറിൽ അല്ലെങ്കിൽ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കിൻ്റെ ഈ സീരിയലൈസറിലുള്ള ഈ കൺസെപ്റ്റിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെസ്റ്റഡ് സീരിയലൈസർ. അതായത് സീരിയലൈസറിൻ്റെ അകത്ത് വീണ്ടും നമുക്ക് സീരിയലൈസർ എഴുതാൻ പറ്റും. എങ്ങനെ, അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡു ദാറ്റ്. നമുക്ക് ഈ ഒരു യൂസർ ടേബിൾ ഉണ്ടല്ലോ, ഈ ഒരു യൂസർ ടേബിൾ, ഈ ഒരു ഓത് യൂസർ എന്നുള്ള ടേബിളിന് ഒരു സീരിയലൈസർ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് ഏതൊക്കെ ഫീൽഡാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് ഒരു സീരിയലൈസർ, കസ്റ്റമായിട്ടൊരു സീരിയലൈസർ. അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ യൂസർ നെയിം ചിലപ്പോൾ വേണ്ടി വരും, ഫസ്റ്റ് നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം വേണ്ടി വരും, ഇമെയിലും. പിന്നെ ഇതൊന്നും വേണമെന്നില്ല, നമുക്ക് ഫ്രണ്ട് എൻഡിൽ കാണിക്കാനൊരു 4 ഫീൽഡ്. ഓക്കെ, അങ്ങനെ വിചാരിക്കും. അപ്പോൾ ഫസ്റ്റ് നെയിം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. പ്ലീസ് ലാസ്റ്റ് നെയിം സബ്സ്ക്രൈബ്. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് പേര് മാറ്റിയിട്ടുണ്ട്, ഇല്ലാത്തതുകൊണ്ടാണ്. സാധാരണ നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെ കൊടുക്കുന്നത്. ഇതൊരു അഡ്മിൻ യൂസർ ഒന്ന് മാത്രം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതെന്തോ കാരണം കൊണ്ട് നമ്മൾ കൊടുക്കാത്തതുകൊണ്ടോ വരാത്തതാണ്. ഇപ്പോൾ എംപ്റ്റി ആയിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇനി ഈ ഒരു API വിളിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റഡ് ബൈക്കകത്ത് യൂസറിൻ്റെ ഡീറ്റെയിലും കൂടെ വരണം. സോ അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേബിളിന് സീരിയലൈസർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സീരിയലൈസർ എവിടെയായിരുന്നു, നമ്മൾ യൂട്യൂബ് API ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് എഴുതാം, ഈ ഒരു ഫയലിൽ നമുക്ക് എഴുതാം, എവിടെയും കൊണ്ട് എഴുതാം. പക്ഷേ അതൊരു നല്ല രീതിയല്ലല്ലോ. നമ്മൾ ഒരു ആവശ്യത്തിനാണല്ലോ ഈ ഒരു യൂട്യൂബ് API എന്നുള്ളൊരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തത്. യൂട്യൂബ് API ഈ ഒരു നമ്മുടെ യൂട്യൂബിൻ്റെ APIs മാത്രം എഴുതാനുള്ള, അതിൻ്റെ ഫയൽസ് മാത്രം കീപ്പ് ചെയ്യാനുള്ളൊരു മൊഡ്യൂൾ. അപ്പം ഫീച്ചേഴ്സൊക്കെ ഒരു മൊഡ്യൂളിൽ സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് യൂസറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനുള്ള API തന്നെ നമുക്ക് സെപ്പറേറ്റ് ഒരു യൂസറിൻ്റെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ അകത്ത് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമ്മളൊരു ഓൾറെഡി ഒരു റെസ്റ്റ് API കോമൺ ആയിട്ടൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് സീരിയലൈസർ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു രീതിക്ക് നമുക്ക് ചറപ്പറ അവിടെ ഇവിടെ എവിടെ എഴുതാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മേലെ കൊണ്ട് എഴുതാൻ അല്ലെങ്കിൽ താഴെ കൊണ്ട് എഴുതാം, എവിടെ എഴുതാൻ പറ്റും. നമുക്ക് ആ ഒരു വൃത്തിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, നമ്മൾ സ്റ്റാൻഡേർഡ് വിട്ടൊരു കളിയും കളിക്കരുത്. അപ്പോൾ ഈ റെസ്റ്റ് API ഇതിൻ്റെ അകത്ത് ചെയ്യാം, ഇതൊക്കെയാണ്. കാരണം ഈ റെസ്റ്റ് API ഒരു കോമൺ ആയിട്ടുള്ളൊരു ആപ്പാണ്. അല്ലെങ്കിൽ കോറെന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നുമില്ല, ഇനി നമുക്ക് യൂസറിൻ്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള API ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂസറിൻ്റെ എന്താ പറയുക, യൂസറിൻ്റെ പേരിലൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് എങ്ങനെ ചെയ്യണം, 2 രീതിയുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം, അല്ലെങ്കിൽ യൂസറിൻ്റെ ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിപ്പോൾ തൽക്കാലത്തിന് ഈ ഒരു പെട്ടെന്ന് ചെയ്ത് പറയാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു തന്നെ ഒരു റെസ്റ്റ് APIക്ക് അകത്ത് ഒരു യൂസറിൻ്റെ സീരിയലൈസർ, യൂസറിൻ്റെ മോഡൽ യൂസ് ചെയ്തിട്ട് ഒരു സീരിയലൈസർ എഴുതാൻ പോവുകയാണ്. ഇനി നമ്മൾ യൂസറിൻ്റെ APIs ചെയ്യാൻ പോവുകയാണെങ്കിൽ മീൻസ് യൂസറിൻ്റെ ക്രിയേഷൻ, യൂസറിൻ്റെ അപ്ഡേഷൻ അല്ലെങ്കിൽ യൂസറിൻ്റെ പാസ്വേഡ് റീസെറ്റിന് സെപ്പറേറ്റ് ഒരു API ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഈ API എടുത്തിട്ട് യൂസറിൻ്റെ പ്രത്യേകമായിട്ടുള്ള യൂസറിന് വേണ്ടി പ്രത്യേകമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആപ്പിലോട്ട് നമ്മൾ മൂവ് ചെയ്യും. സോ അതപ്പോൾ നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു യൂസറിൻ്റെ ഒരു സീരിയലൈസർ ക്രിയേറ്റ് ചെയ്യാൻ, അതിനു വേണ്ടി മാത്രം ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു മണ്ടത്തരമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ടൈപ്പ് സീരിയലൈസർ ഈ ഒരു ഫയൽ തന്നെ നമ്മൾ സേവ് ആസ് അടിക്കുന്നു, പേര് മാറ്റുന്നു, യൂസർ സീരിയലൈസർ എന്നാക്കുന്നു. യൂസർ സീരിയലൈസർ എന്നിട്ട് ജാങ്കോയ്ക്കകത്ത് റെസ്റ്റ് API, ഈ റെസ്റ്റ് APIക്കകത്ത് സീരിയലൈസർ എന്നുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. സീരിയലൈസേഴ്സ് എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, അതിൽ സേവ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു റെസ്റ്റ് APIക്കകത്ത് യൂസർ സീരിയലൈസർ എന്ന ഫയൽ വന്നിട്ടുണ്ട്. സോ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കളയണം. അത് നമ്മൾ വെറുതെ ഡമ്മി കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിച്ചതാണ്. അപ്പോൾ പേരൊക്കെ മാറ്റുന്നു, നമുക്കൊരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി നമുക്ക് ഫുള്ളായിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാം, അതൊന്നും വിഷയമല്ല. നമുക്ക് പെട്ടെന്ന് പരിപാടികൾ തീർക്കാനുള്ളൊരു രീതി എന്ന രീതിക്കാണ് ആ സേവേഴ്സ് അടിച്ചിട്ട് ഫയൽ ഇവിടെ കൊണ്ടുവന്നിട്ട്. സോ ഈ വീഡിയോ ടൈപ്പ് നമ്മൾ പേര് മാറ്റുന്നു, യൂസേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ യൂസർ സീരിയലൈസർ, മോഡൽ സീരിയലൈസർ ആണ് പേര്. യൂസർ സീരിയലൈസർ ഏതൊക്കെ ഫീൽഡ് വേണം നമുക്ക് കൊടുക്കണം. സോ ഇവിടെ ക്രിയേറ്റഡ് ഇതൊന്നും വേണ്ട, മെറ്റിൻ്റെ അകത്ത് മോഡൽ യൂസർ ഇമ്പോർട്ട് ചെയ്യണ്ടേ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡും ആൻഡ് വോയിസൊക്കെ ഇട്ട് കുറേ സംസാരിച്ചു, പക്ഷേ സാധനം റെക്കോർഡായിട്ടില്ല. ഞാനിപ്പോഴാണ് ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. സോ
നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ അതിനുശേഷം ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഉള്ളൂ, അതൊന്ന് പറയാം. സോ ഇവിടെ നമ്മൾ യൂസറിൻ്റെ മോഡലിന് ഒരു സീരിയലൈസർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. സോ അത് ഇമ്പോർട്ട് ചെയ്യാനുള്ള കമൻ്റാണ് ഇത്, ഫ്രം ജാങ്കോ കോൺട്രിബ് ഓത്ത് മോഡൽസ്. ഇത് സാധാരണ അല്ലെങ്കിൽ ജാങ്കോൻ്റെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ യൂസറിനെ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഈ ജാങ്കോൻ്റെ കോൺട്രിബിക്കകത്ത് ഓത് എന്നുള്ള ഇതിൻ്റെ അകത്ത് ഓത് എന്നുള്ള ഈ ഒരു പാക്കേജ് അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു ആപ്പിൻ്റെ അകത്ത് ഉള്ള മോഡൽസ് നിന്ന് യൂസറിനെ ഇമ്പോർട്ട് ചെയ്തു. ആ ഇമ്പോർട്ട് ചെയ്ത യൂസറിൻ്റെ ഫീൽഡ്സ് ആണ് നമ്മളിവിടെ ഈ ഒരു യൂസർ സീരിയലൈസറിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഫീൽഡ്സ് ആണ് നമ്മൾ ആ ഒരു APIയിൽ ആവശ്യമായിട്ട് വേണ്ടത് എന്ന് വിചാരിച്ച് നമ്മളൊരു കസ്റ്റമായിട്ട് ഒരു യൂസർ സീരിയലൈസർ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു യൂസർ സീരിയലൈസർ ആണ് നമ്മൾ ഇവിടെ വിളിക്കാൻ പോകുന്നത്. എവിടെ? ഈ ഒരു വീഡിയോ ടൈപ്പ് സീരിയലൈസർ. സോ ഇവിടെ ഞാൻ ഈ ക്രിയേറ്റഡ് ബൈ എന്നുള്ള ഈ ഒരു കോളം നമ്മൾ ഇങ്ങനെ സംഭവം ഇല്ലായിരുന്നു ആദ്യം. ഓക്കെ, അതില്ല എന്ന് വിചാരിക്കുക. ഈ ക്രിയേറ്റഡ് ബൈ എന്നുള്ള സേവ് വിളിക്കുന്നുണ്ട്. വെറും ക്രിയേറ്റഡ് ബൈ കൊടുത്തതിന് ശേഷം നമുക്ക് വന്ന റെസ്പോൺസ് ഇങ്ങനെയാണ്, ക്രിയേറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് യൂസറിൻ്റെ ID. ദെൻ ഈ ക്രിയേറ്റഡ് ബൈ എന്ന പേരിൽ ഒരു സെപ്പറേറ്റ് ഒരു കോളം ഈ ഒരു സീരിയലൈസറിൻ്റെ അകത്ത് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് എന്ത് വെച്ച് ക്രിയേറ്റ് ചെയ്തു? ഈ ഒരു യൂസർ സീരിയലൈസർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കസ്റ്റമായിട്ടുള്ള യൂസറിൻ്റെ സീരിയലൈസർ ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ റെസ്റ്റ് APIൻ്റെ അകത്ത് സീരിയലൈസേഴ്സ്, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ യൂസർ സീരിയലൈസേഴ്സ് എന്ന ഫയലിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ സീരിയലൈസർ എന്ന ക്ലാസിൻ്റെ പേര് മനസ്സിലായോ? ഈ ഒരു ക്ലാസിൻ്റെ പേര് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സീരിയലൈസർ ആണ് ഈ ഒരു ക്രിയേറ്റഡ് ബൈ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരിയലൈസർ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കോഡാണ് ഇത്. അപ്പോൾ റെസ്റ്റ് APIക്ക് അകത്ത് സീരിയലൈസർ എന്നുള്ള ഫോൾഡറിൻ്റെ അകത്ത് യൂസർ സീരിയലൈസർ എന്ന ഫയലിൻ്റെ അകത്ത് ഇമ്പോർട്ട് യൂസർ സീരിയലൈസർ ഈ ക്ലാസ്, അത് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഈ സീരിയലൈസറിൻ്റെ ക്ലാസ് വിളിച്ചു കഴിഞ്ഞാൽ ഈ ക്രിയേറ്റഡ് ബൈ ആ ക്രിയേറ്റഡ് ബൈൻ്റെ അകത്ത് സേവ് ചെയ്തതിന് ശേഷം വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്രിയേറ്റഡ് ബൈൻ്റെ അകത്ത് യൂസറിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും വരും. ഓക്കെ, അതാണ് ഈ ഒരു നെസ്റ്റഡ് സീരിയലൈസർ കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നെസ്റ്റഡ് സീരിയലൈസർ എന്താണോ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ മുമ്പേ തോരാതെ കുറേ സംസാരിച്ച്, ഓക്കെ സാരല്ല പോട്ടെ. സോ ഈ ഒരു ക്രിയേറ്റഡ് ബൈൻ്റെ അകത്ത് യൂസർ നെയിം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, ഈ 4 ഫീൽഡും വന്നിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മൾ വെറും ക്രിയേറ്റഡ് ബൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോളത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു 1 അല്ലെങ്കിൽ 2 എന്നുള്ള യൂസറിൻ്റെ ID മാത്രമേ വരുള്ളൂ. ഇതിന് പകരം നമ്മൾ ഈ ഒരു സീരിയലൈസർ മെത്തേഡ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ ഒരു ജാങ്കോൻ്റെ റെസ്റ്റ് ഫ്രെയിംവർക്ക് എടുത്തു കഴിഞ്ഞാൽ സീരിയലൈസർ മെത്തേഡ് ഫീൽഡ് ഇവിടെ കാണാൻ പറ്റും. സീരിയലൈസറിൻ്റെ അകത്ത് സീരിയലൈസർ മെത്തേഡ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. സീരിയലൈസർ മെത്തേഡ് ഫീൽഡ് ഇവിടെ ഉണ്ടാവും. സീരിയലൈസർ മെത്തേഡ് ഫീൽഡ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ഒന്നാമത് കുറേ ലോഡാവും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നെസ്റ്റഡ് സീരിയലൈസർ വെച്ച് ചെയ്യാൻ പറ്റാത്തൊരു കേസൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻസ് ജോയിൻ ഉണ്ട്, അതായത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് എത്ര ദിവസം ആ യൂസർ ആയിട്ടുണ്ട്, ഇങ്ങനത്തെ ഒക്കെ ഒരു കേസ് കാൽക്കുലേഷനും കൂടെ വരുന്ന സമയത്ത് മാത്രമേ ഇങ്ങനത്തെ ഒരു സീരിയലൈസർ മെത്തേഡ് ഫീൽഡോ അല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമുക്ക് കുറച്ച് ഡാറ്റ എടുക്കണം, ആ ഒരു ഫോറിക്കാണ് യൂസർ നെയിം മാത്രം കാണിച്ചാൽ മതി എന്നുള്ള കേസിലൊക്കെ നമ്മൾ നെസ്റ്റഡ് സീരിയലൈസർ ഉപയോഗിക്കാം. ഓക്കെ, അതാണ് നല്ലൊരു വഴി. ഇവിടെ എന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡേയ്സ് സിൻസ് ജോയിൻ, അതായത് ഈ യൂസർ സീരിയലൈസർ തന്നെയാണ്, കസ്റ്റമായിട്ട് ചെയ്തിട്ടുള്ള സീരിയലൈസർ തന്നെയാണ്. ആ ഒരു സീരിയലൈസറിൻ്റെ അകത്ത് നമുക്കൊരു കോളം കൂടെ കിട്ടണം, അല്ലെങ്കിൽ ഒരു ഡാറ്റ കൂടെ നമുക്ക് സെപ്പറേറ്റ് ആയി കിട്ടണം. എത്ര ദിവസമായി ആ യൂസർ ജോയിൻ ചെയ്തതിന് ശേഷം. അപ്പോൾ ഡേറ്റ് ജോയിൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ടല്ലോ, ആ കോളം യൂസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ ടൈമിൽ നിന്ന് ആ ഡേറ്റ് ജോയിൻറ്റ് കുറച്ചിട്ട് എത്ര ഡേയ്സ് അത് റിട്ടേൺ ചെയ്യും ആ ഒരു API അകത്ത്. അങ്ങനെ കാൽക്കുലേഷൻ വരുന്ന സമയത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നേരെ മറിച്ച് നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു കേസ് ആ ഒരു വീഡിയോ ടൈപ്പ് എന്നുള്ള മോഡലിൻ്റെ അകത്ത് ക്രിയേറ്റഡ് ബൈ ഒന്നാണ്, നമുക്ക് കിട്ടുന്ന ഒന്നാണ് എന്ന് വിചാരിച്ച് നമുക്ക് യൂസറിൻ്റെ പേരും കൂടി കിട്ടണം. അപ്പോൾ നമ്മളൊരു സീരിയലൈസർ മെത്തേഡ് ഫീൽഡ് യൂസ് ചെയ്തിട്ട് റിട്ടേൺ എന്താ പറയുക ക്രിയേറ്റഡ് ബൈ ഡോട്ട് യൂസർ നെയിം എന്നൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ക്രിയേറ്റഡ് ബൈ ഡോട്ട് ഫസ്റ്റ് നെയിം പ്ലസ് ക്രിയേറ്റഡ് ബൈ ഡോട്ട് ഫസ്റ്റ് നെയിം പ്ലസ് ക്രിയേറ്റഡ് ബൈ ഡോട്ട് ലാസ്റ്റ് നെയിം എന്നൊക്കെ റിട്ടേൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനും ഒരു മെത്തേഡും ക്രിയേറ്റ് ആവും സീരിയലൈസർ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്, API സ്ലോ ആവും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ നെസ്റ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള സമയത്ത് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ പറയാനുള്ള വേറൊരു കാര്യം, ഈ യൂസർ സീരിയലൈസറിൻ്റെ അകത്ത് നമുക്ക് വേറെ സെപ്പറേറ്റ് ഒരു സീരിയലൈസും കൂടെ എഴുതാനും പറ്റും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു നമ്മൾ ടാബിൾ എടുക്കാം. ഓക്കെ, ഈ ടാബിളിൻ്റെ അകത്ത് ഒരു വേറൊരു ഫോറിങ്കി ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഫോറിങ്കി ഇല്ല. അപ്പോൾ ഈ യൂസർ സീരിയലൈസർ മാത്രമല്ലല്ലോ വരിക, നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള മോഡലായാലും ഇവിടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള മോഡലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ
ഒരു ഫോറിൻ കീ ഉണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇവിടെ ഇത് ചെയ്ത പോലെ തന്നെ ഇവിടെയും ഒരു ഫീൽഡ് ആഡ് ചെയ്തിട്ട് ആ ഫോറിൻ കീ അല്ലെങ്കിൽ ആ ഒരു സീരിയലൈസർ നമുക്ക് കസ്റ്റമായിട്ട് അതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സീരിയലൈസർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വീണ്ടും സാധനം ഇതേപോലെ ലൂപ്പായിട്ട് വരും. അതായത് ക്രിയേറ്റഡ് ബൈ അകത്ത് ഇപ്പോൾ ഫസ്റ്റ് നെയിം ഒരു ഫോറിൻ കീ ആണെന്ന് വിചാരിക്കും. ഒരു അസ്യൂം ഫസ്റ്റ് നെയിം ഒരു ഫോറിൻ കീ അല്ല. ഇപ്പോൾ അങ്ങനെ ഒരു ഫോറിൻ കീ ആണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് നെയിം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് നെയിം എന്ന കോളമാണ് ഈ ഒരു യൂസർ സീരിയലൈസിനകത്ത് വിളിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഐഡി ആയിരിക്കും വരിക, ഈ 1 2 3 ഈ സാധനം മനസ്സിലായോ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഡാറ്റ വരണം. അപ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്ത പോലെ ഈ യൂസർ സീരിയലൈസർ അവിടെ ചെയ്ത പോലെ ഇവിടെ ഫസ്റ്റ് നെയിം ഈക്വൽ ടു ആ ഫസ്റ്റ് നെയിം സീരിയലൈസർ എന്ന് പറഞ്ഞ് നമ്മൾ സീരിയലൈസർ ചെയ്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് നെയിമായിട്ട് എന്താ പറയുക മാറും. അതായത് ആ ഐഡിക്ക് പകരം ഇവിടെ സീരിയലൈസറിൽ എന്താണ് എഴുതിയത് അത് കാണും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിച്ചത്. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദയവ് ഇത് എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു നെസ്റ്റഡ് സീരിയലൈസറും അതെങ്ങനെ യൂസ് ചെയ്യുന്ന ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിന് ഇവിടെ വിരാമം കുറിക്കുന്നു.